നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. പത്താൻകോട്ട് ഭീകരാക്രമണം ഇന്ത്യയുടെ നാടകമാണെന്ന് പാക് അന്വേഷണ സംഘം വിലയിരുത്തിയതായി റിപ്പോർട്ടുകൾ. പാകിസ്ഥാനെ ഭീകരരാഷ്ട്രമായി ചിത്രീകരിക്കാൻ ഇന്ത്യ തന്നെ ആക്രമണം നടത്തി. പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് വെളിച്ചത്തായെന്ന് ഇന്ത്യ. ചിലർ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുവെന്ന് NIA. ജോസ് തെറ്റേലിന് സീറ്റ് നൽകേണ്ട എന്ന് JDS തീരുമാനം. കോൺഗ്രസിൽ അന്ധചിത്രത്തിന് ശമനമില്ല. ദേവികുളം സ്ഥാനാർത്ഥിയെ പാർട്ടി ഓഫീസിൽ കയറ്റിയില്ല. കൊല്ലത്തെ കൺവെൻഷൻ മാറ്റിവെച്ചു. തൃക്കാക്കരയിൽ PT തോമസിനെതിരെ ചുവരെഴുത്ത്. മദ്യനിരോധനം തള്ളി LDFന്റെ പ്രകടന പത്രിക. മദ്യമർജനം നയം. യുവതയെ ലക്ഷ്യം വെക്കുന്ന വികസന പദ്ധതി കൊണ്ടുവരും. ഉമ്മൻചാണ്ടിയെ കടന്നാക്രമിച്ച് മലമ്പുഴയിൽ VSന്റെ പ്രചാരണത്തിന് തുടക്കം. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ബിജു രമേശിന്റെ അനധികൃത നിർമ്മാണം പൊളിച്ചുമാറ്റാമെന്ന് ഹൈക്കോടതി. പ്രധാന കെട്ടിടത്തിന് തകരാർ വരുത്താതെ കയ്യേറ്റം പൊളിക്കാം. ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായ പരിശോധനകൾ തുടരാം. സംസ്ഥാനത്തെ തെരുവുനായ പ്രശ്നത്തിൽ ഇടപെട്ട് സുപ്രീം കോടതി. പഠിക്കാൻ ജസ്റ്റിസ് S സിരിജകന്റെ നേതൃത്വത്തിൽ 3-അംഗ സമിതി. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകണം. നടപടി സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ് മറികടന്ന്. ബീഹാറിൽ സമ്പൂർണ്ണ മദ്യനിരോധനം പ്രഖ്യാപിച്ചു. തീരുമാനം കുടുംബങ്ങളുടെ ഭദ്രതയ്ക്കും സ്ത്രീകളുടെ സമാധാനത്തിനും വേണ്ടിയെന്ന് നിതീഷ് കുമാർ. സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തുന്ന 4ാമത്തെ സംസ്ഥാനമായി ബീഹാർ. പനാമ പേപ്പേഴ്സിൽ കൂടുതൽ ഇന്ത്യക്കാരുടെ പേരുകൾ പുറത്ത്. കള്ളപ്പണക്കാരുടെ പട്ടികയിൽ കൂടുതൽ രാഷ്ട്രീയക്കാരും ക്രിക്കറ്റ് താരങ്ങളും വ്യവസായികളും. കള്ളപ്പണ വിനിമയം പരിശോധിക്കുമെന്ന് RBI. പലിശ നിരക്ക് കുറയ്ക്കാൻ ബാങ്കുകളെ പ്രേരിപ്പിച്ച് RBIയുടെ വായ്പാ നയം. റിപ്പോ നിരക്ക് 0.5% കുറച്ചു. കരുതൽ ധനാനുപാതത്തിൽ മാറ്റമില്ല. GDP 7.6% രഘുരാം രാജൻ. ന്യൂസ് ടുഡേയിലേക്ക് വിശദമായി. പത്താൻകോട്ട് ഭീകരാക്രമണം ഇന്ത്യയുടെ ഒരു നാടകമായിരുന്നുവെന്ന് പാകിസ്ഥാന്റെ സംയുക്ത അന്വേഷണ സംഘം വിലയിരുത്തിയതായ റിപ്പോർട്ടുകളാണ് ഇന്ന് പുറത്തു വന്നത്. ഈ റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യ പാകിസ്ഥാനെ ഒരു ഭീകര രാഷ്ട്രമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഇത്തരമൊരു ആക്രമണ പദ്ധതി തയ്യാറാക്കി നടപ്പാക്കി എന്ന സൂചനയാണ് ഈ റിപ്പോർട്ടുകളിലെല്ലാം ഉള്ളത്. പക്ഷേ ഈ റിപ്പോർട്ടുകൾ ഇന്ത്യ പൂർണ്ണമായും തള്ളി. ഇതിൽ പലരുടെയും ഇടപെടലുണ്ടെന്ന് NIA വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന്റെ വിശദാംശങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് ചർച്ചയിലേക്ക് വരാം. പത്താൻകോട്ട് ഭീകരാക്രമണത്തിൽ ഇന്ത്യ നൽകിയ നിർണായക തെളിവുകൾ പാക് അന്വേഷണ സംഘം പൂർണ്ണമായും തള്ളിക്കളഞ്ഞുവെന്നാണ് പാക് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ. ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മൗലാന മസൂദ് അസറിന്റെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണം നടന്നതെന്ന NIAയുടെ കണ്ടെത്തൽ പാക് സംഘം അംഗീകരിക്കുന്നില്ല. തെളിവുകളില്ലാതെ പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തുന്നതെന്ന് പാക് അന്വേഷണ സംഘത്തെ ഉദ്ധരിച്ച് പാകിസ്ഥാൻ ടുഡേ എന്ന ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ അധികൃതർക്ക് ആക്രമണത്തെപ്പറ്റി മുൻകൂട്ടി അറിയാമായിരുന്നു. ഏറ്റുമുട്ടൽ ദിവസങ്ങൾ നീണ്ടുനിന്നുവെന്ന ഇന്ത്യയുടെ വാദം ശരിയല്ല. മണിക്കൂറുകൾക്കുള്ളിൽ ആക്രമണം അവസാനിച്ചിരുന്നു. വ്യോമതാവളത്തിനകത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ സംഘത്തിന് അവസരം ലഭിച്ചില്ല. സത്യം പുറത്തുവരാതിരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് NIA സംഘത്തിലെ മുസ്ലിം ഉദ്യോഗസ്ഥനായ തൻസീൽ അഹമ്മദിനെ കഴിഞ്ഞ ദിവസം വെടിവെച്ച് കൊലപ്പെടുത്തിയതെന്നും റിപ്പോർട്ടിലുണ്ട്. ഏതായാലും അന്വേഷണ സംഘത്തിന് ഇന്ത്യയിൽ വരാൻ അവസരമൊരുക്കിയ കേന്ദ്ര സർക്കാരിനെ വെട്ടിലാക്കുന്നതാണ് ഈ വിലയിരുത്തലുകൾ. ഔദ്യോഗികമായി വിവരമൊന്നും ലഭിച്ചിട്ടില്ലെന്നും ആശയക്കുഴപ്പമുണ്ടാക്കാനാണ് പാകിസ്ഥാനിലെ ചിലരുടെ ശ്രമമെന്നും NIA പറഞ്ഞു. ISIയും പാക് സൈന്യവും ഇരട്ടത്താപ്പാണ് സ്വീകരിക്കുന്നതെന്ന് ഉന്നത കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയത്തിൽ നയതന്ത്ര വിദഗ്ധൻ MK ഭദ്രകുമാർ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്നും TG മോഹൻദാസ് BJP നേതാവ് കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ കേരള ഘടകം കൺവീനർ CR നീലകണ്ഠനെയും മറ്റു നേതാക്കളെയും നമ്മൾ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ആദ്യം ശ്രീ ഭദ്രകുമാർ, കേൾക്കുമ്പോൾ ബാലിശ്യമെന്ന് തോന്നാവുന്ന ചില കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. പാകിസ്ഥാനിലെ ഒരു പത്രം ഈ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തെ കോട്ട് ചെയ്ത് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് പാകിസ്ഥാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേൾക്കുമ്പോൾ ഒറ്റ വായനയിൽ ദഹിക്കാത്ത, മനസ്സിലാക്കുമ്പോൾ തീരെ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ എന്താണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ ഈ റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് താങ്കൾ കരുതുന്നത്? താങ്കൾ പറയുന്നത് ശരിയാണ്. പക്ഷേ ഇത് ശരിക്കും മനസ്സിലാക്കാൻ വയ്യാത്തത് നമ്മൾ എന്ത് കാരണത്താലാണ് പാകിസ്ഥാനെ ഇങ്ങോട്ട് ക്ഷണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളുടെ ഒരു നിഗമനമുണ്ടായിരുന്നത് പാകിസ്ഥാൻ ഇത്തവണ ഈ പ്രശ്നം വേറെ ഒരു രീതിയിലാണ് സമീപിക്കുന്നത്, പണ്ട് കാലങ്ങളിലുള്ളതുപോലെ അല്ല എന്നുള്ള ഒരു അസംഷനിലാണ്. നമ്മളിത് പണ്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ പഠാൻകോട്ടിലെ എൻ്റെ വിലയിരുത്തലിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, തീർച്ചയായിട്ടും അവിടുത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഒരു സ്പോൺസർഷിപ്പ് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്.
അപ്പോൾ അത് നമുക്കറിയാം. അങ്ങനെയാണ് നിജസ്ഥിതിയെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് സമ്മതിക്കാൻ പോവുകയില്ല. അപ്പോൾ എന്തു കാരണത്താലാണ് നമ്മളിങ്ങനെ ഒന്ന് അസ്യൂം ചെയ്തത്? അവരുടെ സമീപനത്തിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ അവരിവിടെ കൊണ്ടുവന്നത് കൊണ്ട് എന്തുണ്ടായി? അവർക്ക് നമ്മളുടെ സ്റ്റാൻസിൽ ഉള്ള ലൂപ്പ് ഹോൾസ് മുഴുവനും ഓരോന്നോരോന്നായിട്ട് എണ്ണി പറയാനായിട്ട് ഒരു അവസരം നമ്മൾ അവർക്ക് കൊടുത്തു. അതായത് അവർ ഇതിന് സഹകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ന്യായീകരണം നമ്മൾ അവർക്ക് മാറിക്കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കൊരു വടി കൊടുത്ത് അടി വാങ്ങുക എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ വലിയ ആശയക്കുഴപ്പമുണ്ട്. അതായത് അവർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ടെററിസ്റ്റ് അറ്റാക്കാണ് നടന്നതെങ്കിൽ അതിനെ നമ്മൾ സമീപിക്കേണ്ടത് വേറൊരു രീതിയിലാണ്. അത് ഇവരുമായിട്ട് ഇത്തരത്തിൽ ചർച്ച ഇപ്പം 2008 ബോംബെയിലുണ്ടായിരുന്ന ആ ഫെദായിൻ അറ്റാക്ക് എന്തുവരെയായി അവരൊന്നും സഹകരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അനുഭവത്തിൽ നിന്ന് നമുക്കറിയാവുന്നതാണ് അവരൊരിക്കലും സഹകരിക്കുകയില്ല, സഹകരിക്കാൻ അവർക്ക് പറ്റുകയുമില്ല. എന്ന് വെച്ചിരുന്നാൽ അവിടുത്തെ പാകിസ്ഥാനിലെ സംവിധാനത്തിൽ പട്ടാളത്തിന് ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരു കാര്യത്തിൽ പട്ടാളത്തിനെ അവർ പഴി പറയുന്ന അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് കൈകാര്യം ചെയ്ത രീതി വളരെ വളരെ തെറ്റിപ്പോയി. അപ്പോൾ അതിന് പിറകിലുണ്ടായിരുന്ന അസംഷൻ മുഴുവനും തെറ്റായി. അത് തീർച്ചയായിട്ടും സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റും ഫോറിൻ പോളിസി എസ്റ്റാബ്ലിഷ്മെൻറ്റും മറ്റും നടത്തിയ വിലയിരുത്തൽ വളരെ തെറ്റായിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളൊരു വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ. എന്ന് വെച്ചിരുന്നാൽ ഇതിന് ശേഷം അവർ പാകിസ്ഥാനിലെ ഇന്ത്യയിലെ ചാരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു നേവൽ ഓഫീസറെ. അപ്പോൾ ഇതെല്ലാം കൂടെ അവർ ഇതാക്കിയിട്ട് അവർ ഇൻ്റർനാഷണലായിട്ട് പറയും ഇന്ത്യ പാകിസ്ഥാനിൽ ചെയ്യുന്ന സംഭവങ്ങളെ കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള നുണകൾ പ്രചരിപ്പിക്കുകയാണെന്ന് അവർ പറയും. അപ്പോൾ നമ്മൾ ഡിപ്ലോമാറ്റിക് ലെവലിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ വി ആർ ആക്ച്വലി പുട്ട് ഓൺ ദ ഡിഫെൻസീവ്. ശ്രീ ഭദ്രകുമാർ, ഇക്കാര്യത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന്റെ നിലപാടുകളെ ചെറിയ തോതിലെങ്കിലും വിശ്വസിച്ചു. കാരണം ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മൗലാന മസൂദ് അസറിനെ അവർ വീട്ടുതടങ്കലിൽ വെച്ചു. സർതാജ് അസീസ് അത് സമ്മതിക്കുകയും ചെയ്തു, അയാൾ കരുതൽ തടങ്കലിലാണ് എന്ന് പറയുകയും ചെയ്തു. ഈ പഠാൻകോട്ട് ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ രണ്ട് നേതാക്കൾ അല്ലെ രണ്ട് രാജ്യങ്ങളിലെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ആശയവിനിമയം, ഇതൊക്കെ പാകിസ്ഥാനെ ഒരു ഘട്ടത്തിലെങ്കിലും ഈ വിഷയത്തിൽ വിശ്വസിക്കാം എന്ന് ഇന്ത്യക്ക് തോന്നിയിട്ടുണ്ടാകാം. അതിനപ്പുറത്തേക്ക് ഇതിൽ ഈ റിപ്പോർട്ട് ഇപ്പോൾ ഇന്ത്യയിൽ പഠാൻകോട്ട് അവർ സന്ദർശിക്കുന്നു, ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു, ഇന്ത്യ തെളിവുകൾ നൽകുന്നു. ഈ തെളിവുകളൊന്നും പാകിസ്ഥാൻ അംഗീകരിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അടിസ്ഥാനപരമായി ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇന്ത്യ തയ്യാറാക്കിയതാണ് ഈ ഭീകരാക്രമണം എന്ന് വരുത്തി തീർത്ത് ഇത് ലോകത്തെ വിശ്വസിപ്പിക്കാൻ പാകിസ്ഥാന് കഴിയും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതിലിപ്പോഴുള്ളത് ഇതിലെ ഈ തെളിവുകളല്ല പറയുന്നത്. അവർ ഇന്നത്തെ അവരുടെ ആ പാകിസ്ഥാനിൽ വന്നിട്ടുള്ള പാകിസ്ഥാൻ ടുഡേ എന്നുള്ള ഇന്നലത്തെ പത്രത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് പഠിക്കുകയാണെങ്കിൽ അവർ പറയുന്നത് വേറെ കാര്യങ്ങൾ കൊണ്ടാണ്. അതായത് ഈ സംഭവം നടന്നതിൻ്റെ വിശദാംശങ്ങൾ ഇന്ത്യ വർണ്ണിച്ചതുപോലെ അല്ല എന്നുള്ളതാണ് അവർ സമർത്ഥിക്കുന്നത്. അപ്പോൾ അതിൽ അവർ എണ്ണി പറയുകയാണ് ഇന്ന കാര്യങ്ങൾ ഇന്ത്യ പറയുന്ന കണക്കല്ല തെളിവ് കാണുന്നതെന്ന്. ഉദാഹരണത്തിന് അവർ പറയുന്നത് 2 ദിവസമോ 3 ദിവസമോ ഒരാഴ്ചയോ മറ്റോ മുമ്പ് നമുക്കിതിനെക്കുറിച്ച് ഇൻ്റലിജൻസ് കിട്ടിയെന്ന്. ഇൻ്റലിജൻസ് കിട്ടിയിട്ട് തീർച്ചയായിട്ടും ഇൻ്റലിജൻസ് കിട്ടുമ്പോൾ ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയുള്ള ഒരു സർക്കാരാണെങ്കിൽ അത് അത്തരത്തിലുള്ള ഒരു കണ്ടിൻജൻസിയെ നേരിടുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തും. പക്ഷേ പാകിസ്ഥാനിലെ റിപ്പോർട്ടിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നിട്ട് ഈ എയർബേസിന് ചുറ്റുമുള്ള അവിടുത്തെ ഇലക്ട്രിസിറ്റി പവർ സപ്ലൈ പോലും ഇല്ലായിരുന്നു. പിന്നെ ഈ സ്ഥലത്ത് നിന്ന് കടന്നു വന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ഫെൻസ് ഉണ്ട്. അപ്പോൾ ഈ പാകിസ്ഥാനിലുള്ള അവരുടെ SIT റിപ്പോർട്ടിൽ അവർ പറയുന്നത് ഞങ്ങൾ ഇന്ത്യക്കാരുടെ ചോദിച്ചു ഇത്തരത്തിലുള്ള ഒരു ഇലക്ട്രിഫൈഡ് ഫെൻസ് വഴി എങ്ങനെ ഇവർ കടന്നു വരുന്നു എന്ന്. അപ്പോൾ ഇന്ത്യക്കാർ പറയുന്നത് അന്ന് അവിടെ ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു എന്ന്, ക്യാമറകൾ പ്രവർത്തിക്കുന്നുമില്ലായിരുന്നു എന്ന്. പിന്നെ ഈ ഒരു സൂപ്രണ്ടൻറ്റ് ഓഫ് പോലീസിനെ എങ്ങാണ്ട് തടവിലെടുത്തു, ഇൻട്രോഗേറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളിൽ അത് ആ വിശദങ്ങൾ ഇൻട്രോഗേറ്റ് ചെയ്ത് അയാളാണല്ലോ ആദ്യം അവരെ കണ്ടുമുട്ടുന്നത്. അയാളെ ഇൻട്രോഗേറ്റ് ചെയ്ത് ആ വിശദാംശങ്ങളൊന്നും നമ്മൾ പാകിസ്ഥാൻ്റെ അടുക്ക പറയാൻ തയ്യാറല്ല.
ഇങ്ങനെ ഇപ്പോൾ അവരൊക്കെ ഇവിടെ വന്നതുകൊണ്ട് ഉണ്ടായിട്ടുള്ള പിന്നെ അവർ 55 മിനിറ്റ് മാത്രമേ അവർ അവിടെ ഈ പഠാൻകോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് ഈ സംഭവം നടന്ന സ്ഥലത്ത് ചെന്ന് കാണാൻ അവസരം കൊടുത്തു. അതിന് ചുറ്റിപ്പറ്റിയുള്ള തെളിവുകളൊന്നും പാകിസ്ഥാനെ കാണിക്കാനായിട്ട് ഇന്ത്യൻ സൈഡ് തയ്യാറല്ലായിരുന്നു. അപ്പോൾ എന്താണ് ഇപ്പോൾ അവർ പറയുന്നത്? ഇതൊക്കെ ഒരു ശരിക്കും യുക്തിക്ക് ചേരുന്നതാണോ? അതായത് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട്, അഡ്വാൻസ് റിപ്പോർട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അവിടെ ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിൽ പാകിസ്ഥാൻ പറയുന്ന ഇത്തരത്തിലുള്ള കാരണങ്ങളാണ്. ഇത്തരത്തിലുള്ള കാരണങ്ങൾ വരുമ്പോൾ നമ്മളെ ശരിക്കും അവർ പരിഹസിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം അവർ എത്തിയിരിക്കുന്ന നിഗമനം എന്തോന്നാണ്? ഏറ്റവും വലിയ ഒരു റെഡിക്കുലസ് കൺക്ലൂഷനിൽ അവർ എത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ പട്ടാളം തന്നെ സ്റ്റേജ് ചെയ്ത ഒരു സംഭവമാണെന്ന്. ഇത് ഇന്ത്യക്ക് ഇങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. എന്നിട്ട് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊന്നു, അതും നമ്മളാ ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു റെഡിക്കുലസ് ആർഗ്യുമെന്റ് കൊടുക്കുന്നതിനുള്ള എല്ലാ ജസ്റ്റിഫിക്കേഷനും നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയല്ലേ അവരിവിടെ കൊണ്ടുവന്നതിന് ശേഷം. ഇതുകൊണ്ട് നമുക്ക് എന്ത് മെച്ചമുണ്ടായി? ഇത് ആരെങ്കിലും വിശദീകരിക്കണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. തൻസീൻ അഹമ്മദിന്റെ കൊലപാതകം പോലും ഇന്ത്യയുടെ ഒരു കവറപ്പ് ഓപ്പറേഷൻ എന്ന നിലയിലാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ TG മോഹൻദാസ്, ശ്രീ ഭദ്രകുമാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ വടി കൊടുത്ത് അടി വാങ്ങുകയാണോ ഈ കേസിൽ ചെയ്തിരിക്കുന്നത്? വിജയകുമാർ, ഈ എവറിബഡി ഈസ് വൈസ് ആഫ്റ്റർ ആൻ ഇൻസിഡൻറ്റ് എന്ന് പറയും. ഈ ജോയിൻ്റ് ഇൻസ്പെക്ഷൻ ടീം പാകിസ്ഥാനിൽ നിന്ന് പെട്ടെന്ന് ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങിയതല്ല, ദിവസങ്ങളുടെ തയ്യാറെടുപ്പൊക്കെ ആയിട്ടാണ് വന്നത്. അന്നൊന്നും ആരും ഈ ആശങ്കയൊന്നും പ്രകടിപ്പിച്ചില്ല. വാസ്തവത്തിൽ സംഭവം എന്താ? ഇത് നമ്മളും പാകിസ്ഥാനും തമ്മിലുള്ളൊരു ഇഷ്യൂ ആണ്. പാകിസ്ഥാൻ എന്ത് പൊങ്ങച്ചം പറഞ്ഞാലും നുണ പറഞ്ഞാലും സത്യം പറഞ്ഞാലും ലോകരാഷ്ട്രങ്ങൾക്ക് ഇതിൽ യാതൊരു താല്പര്യവുമില്ല. ഇത് എത്രയോ വർഷമായിട്ട് നമുക്കറിയാവുന്നതാണ്. നമ്മളും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കത്തിൽ ഏതെങ്കിലും ലോകരാഷ്ട്രം ഖണ്ഡിതമായ ഒരു അഭിപ്രായമോ നിലപാടോ ഇന്നുവരെ എടുത്തിട്ടുണ്ടോ? ഇല്ല. നമ്മളുടെ തലവേദനയ്ക്ക് നമ്മൾ തന്നെ പരിഹാരം കണ്ടെത്തണം. അത് പാകിസ്ഥാൻ്റെ പത്രപ്രസ്താവനയോ സംഗതിയോ കൊണ്ടൊന്നും തന്നെ ലോകരാഷ്ട്രങ്ങൾക്ക് ഒരു ചുക്ക് സംഭവം, അവരുടെ ഒന്നും നിലപാടിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അവർക്കറിയാം എത്രയോ വർഷമായിട്ട് നമ്മൾ തമ്മിൽ ഇങ്ങനെ കോൾഡ് ആൻഡ് ഹോട്ട് വാർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ലോകരാഷ്ട്രങ്ങൾക്കറിയാം. പിന്നെ ഇങ്ങനൊരു റിപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് ആദ്യം ഒരു പത്രം എഴുതിയത് എൻ്റെ അറിവിൽ ദുനിയ ന്യൂസ് എന്നോ മറ്റോ പറഞ്ഞിട്ട് ഒരു ഉറുദു പത്രമാണ് ആദ്യം ഇത് ഘോഷിക്കുന്നത്. അതിനുശേഷം മറ്റു പല പത്രങ്ങളും അത് ഏറ്റെടുത്തു. ഇന്നും ഇപ്പോഴും ഔദ്യോഗികമായിട്ട് ഇങ്ങനൊരു റിപ്പോർട്ട് തന്നെയാണോ ഈ JIT കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. അപ്പം മൊത്തം സ്പെക്കുലേഷനാണ്, ആകെ കൂടെ ഫ്ലൂയിഡ് സിറ്റുവേഷനാണ്. അതിനകത്ത് നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? ഒരു കാര്യം ഞാൻ പറയാം, ഈ JIT വന്നിട്ട് അവർ ഇളിഭ്യരായിട്ടാണ് മടങ്ങിയത്. അതിൻ്റെ ഒരു ജാള്യം അവർക്കുണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 55 മിനിറ്റ് കാണാവുന്നത് കണ്ടോളൂ, അതിനോടകം എഴുതാവുന്നത് എഴുതിയെടുത്തോളൂ, മനസ്സിലാക്കാവുന്നത് മനസ്സിലാക്കിക്കോളൂ, പൊക്കോളൂ. അങ്ങനത്തെ ഒരു കോൾഡ് റെസ്പോൺസാണ് മനോഹർ പാരിക്കറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇൻഫാക്ട് അന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മനോഹർ പാരിക്കർ ടേക്സ് JIT ഫോർ എ റൈഡ്, അവരെ പരിഹസിച്ച് തിരിച്ചയച്ചു എന്നുള്ള അർത്ഥത്തിലാണെന്ന് വന്നത്. അപ്പോൾ ഇത് ഒരു സൈക്കോളജിക്കൽ വാർ ഈ കാര്യത്തെ ചൊല്ലി രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നു എന്നുള്ളതല്ലാതെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ ഇപ്പോൾ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീ മോഹൻദാസ്, ഇക്കാര്യത്തിൽ നൽകാനുള്ള ഒരു വിശദീകരണം, പാകിസ്ഥാനിൽ 2 ദിവസമായി റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാൻ ഗവൺമെൻറ് ഇത് നിഷേധിച്ചിട്ടില്ല എന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യ ഔദ്യോഗികമായി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എങ്കിൽ കൂടിയും ഈ റിപ്പോർട്ടുകളൊന്നും പാകിസ്ഥാൻ തള്ളിക്കളഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം, ഇവിടേക്ക് പാകിസ്ഥാനിലെ സംയുക്ത അന്വേഷണ സംഘം വരുമ്പോൾ നമ്മൾ നൽകുന്ന തെളിവുകളൊക്കെ അവർ സ്വീകരിക്കുകയും ജെയ്ഷെ മുഹമ്മദാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ഇന്ത്യ നൽകുന്ന തെളിവുകൾ, ഇതിൽ DNA പരിശോധനാ റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, കൊല്ലപ്പെട്ട 4 തീവ്രവാദികളുടെ അഡ്രസ്സ്, അവരൊക്കെ സിന്ധ് പഞ്ചാബ് പ്രവിശ്യയിലുള്ളവരാണ്, അവരുടെ അഡ്രസ്സ്, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇതിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദാണ് എന്നും അത് പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ച തീവ്രവാദികളാണ് എന്നുമുള്ള ഇന്ത്യയുടെ വാദങ്ങൾ ശരിവെക്കുകയും ആ നിലയിലൊരു റിപ്പോർട്ട് അവിടെ കൊടുക്കുകയും ചെയ്യുമെന്ന് വിലയിരുത്തുകയോ അല്ലെ അങ്ങനെ ചിന്തിക്കുകയോ ചെയ്തിട്ടായിരുന്നോ ഈ സംഘത്തെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്തത്? ചെയ്തെന്നും ഇല്ലെന്നും വരാം എന്ന് വിചാരിച്ച് തന്നെയാണ് സ്വാഗതം ചെയ്തത്. അതൊരു ചടങ്ങാണ്. JIT എന്ന് പറയുന്നൊരു ചടങ്ങാണ്. അത് ബോംബെയിൽ നടന്നു, ഇപ്പോൾ പത്താൻകോട്ട് നടന്നു. ഇതിൻ്റെയൊക്കെ എൻഡ് റിസൾട്ട് കല്ലിൽ എഴുതി വെച്ച പോലെ വ്യക്തമല്ലേ?
പാകിസ്ഥാൻ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഇപ്പം നമ്മൾ പറഞ്ഞതെല്ലാം വിശ്വസിച്ചിട്ട് ഈ JIT ഒരു റിപ്പോർട്ട് കൊടുത്തു എന്ന് വെച്ചോ, എന്ത് ചെയ്യാൻ പോവുക പാകിസ്ഥാൻ സർക്കാർ? ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവർ ആ റിപ്പോർട്ട് തള്ളിക്കളയും, എന്നിട്ട് അവർക്ക് ചെയ്യാനുള്ളത് തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കും. ഇത് എത്ര കാലമായി ഈ നാടകം നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ JITയുടെ റിപ്പോർട്ടിൽ എന്ത് എഴുതി കഴിഞ്ഞാലും അവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. പാകിസ്ഥാൻ അത് അംഗീകരിക്കാനൊന്നും പോകുന്നില്ല, സത്യം പറഞ്ഞാലും നുണ പറഞ്ഞാലും. ഇപ്പോൾ അപഹാസ്യമായ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ കുറച്ചുകൂടെ പാകിസ്ഥാൻ ഒരു പോയിന്റ് ഓഫ് ഒരു ഐഡൽ ഓഫ് റിഡിക്യൂളായിട്ട് മാറുമെന്നുള്ളതല്ലാതെ പ്രയോജനമൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഇതിങ്ങനെയൊക്കെ വരുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അത് ഭദ്രകുമാറിനും അറിയാം, മനോഹർ പാരിക്കറിനും അറിയാം. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും പാകിസ്ഥാൻ ചെയ്യാനുള്ളത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയും കാലമായിട്ട് അതാ സംഭവിച്ചിട്ടുള്ളത്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. ശ്രീ ഭദ്രകുമാർ, ഈ വിഷയത്തിൽ നയതന്ത്രപരമായി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു അശ്രദ്ധ ഉണ്ടായി എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? കാരണം ഇനിയും ഇന്ത്യയുടെ അന്വേഷണ സംഘം, NIA സംഘം പാകിസ്ഥാനിലേക്ക് പോകാനിരിക്കുകയാണ് ഇതിൻ്റെ തുടർ അന്വേഷണത്തിൻ്റെ ഭാഗമായി. ഇനി പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പാകിസ്ഥാൻ്റെ നിലപാട് ഇതാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു അന്വേഷണ സംഘം അവിടെ പോയി എന്ത് കൂടുതൽ തെളിവ് ശേഖരിക്കാനാ? ഇന്ത്യൻ സംഘം അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നുള്ള സംഘം ഇന്ത്യയിൽ വന്ന് കുറേ സാക്ഷികളുടെ മൊഴിയെങ്കിലും എടുത്തു. ഇന്ത്യക്ക് അതുപോലും അവിടെ പോയി ചെയ്യാൻ കഴിയില്ലല്ലോ. നയതന്ത്രപരമായി, നയതന്ത്ര രംഗത്ത് ഇന്ത്യ അശ്രദ്ധമായി വിഷയം കൈകാര്യം ചെയ്തു എന്നുള്ളത് ഒന്ന്. രണ്ട്, ഇനി NIA സംഘം പാകിസ്ഥാനിലേക്ക് പോയി ഈ വിഷയത്തിൽ എന്തെങ്കിലും കൂടുതൽ ചെയ്യേണ്ട സാഹചര്യമുണ്ടോ? ഇതിൽ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം ഇതാണ്. ഇന്നും വ്യക്തമല്ല, നമ്മൾക്ക് ഇത്തരത്തിൽ വളരെ നല്ലവണ്ണം അറിയാവുന്ന ഒരു വിഷയമാണ് ഇതെങ്കിൽ തന്നെയും, അതായത് പാകിസ്ഥാൻ ഒരു രീതിയിലും നമ്മളുമായിട്ട് സഹകരിക്കാൻ സാധ്യതയില്ലെന്നുണ്ടായെങ്കിലും എന്തിനാണ് അവരെ വിളിച്ചത്? എന്തിനാണ് അവരെ നമ്മൾ സ്വീകരിച്ചത്? ഇത് ഒരിക്കലും ഇന്ത്യ ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. എൻ്റെ അറിവിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചുവടുവയ്പ്പ് നടത്തുന്നതിന് ഇതൊരു വളരെ വലിയൊരു അസംപ്ഷൻ, പൊളിറ്റിക്കൽ അസംപ്ഷൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ അസംപ്ഷൻ്റെ ബേസിസ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് വളരെ വളരെ വിമർശിച്ച് പത്രങ്ങളിലും മുഴുവനും ഇത് സംസാര വിഷയമായ ഒരു കാര്യമാണ്. ഇതിനെ അനുകൂലിക്കുന്നതായിട്ട് ഞാൻ ഒരു ലേഖനവും കണ്ടതായിട്ട് തോന്നുന്നില്ല ഈ SIT പാകിസ്ഥാനിൽ നിന്ന് ക്ഷണിച്ചു വരുത്തുന്നതിന്. അപ്പോൾ അത് ആ വിലയിരുത്തൽ നടത്തിയത് കംപ്ലീറ്റ് തെറ്റായിപ്പോയി എന്ന് ഈ വിമർശിച്ച ആളുകൾ പറഞ്ഞ അതേ ഇത് ഇന്ന് സത്യമായിരിക്കുകയാണ്. ഇന്നിപ്പം സോഷ്യൽ മീഡിയയിൽ അത് വന്നു തുടങ്ങിക്കഴിഞ്ഞു. വളരെ വളരെ പരിഹസിച്ചുകൊണ്ടാണ് സർക്കാരിനെ കുറിച്ച് ആളുകൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് ആളുകളെന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റിലും ആംഡ് ഫോഴ്സസിലും വളരെ വലിയ പദവിയിലിരുന്ന ആളുകൾ. അവരാണ് ഇതിനെ ഭയങ്കര രൂക്ഷമായിട്ട് വിമർശിക്കുന്നത്. പിന്നെ താങ്കൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ, എൻ്റെ വിലയിരുത്തലിൽ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഒരു ഇന്ത്യൻ സംഘം അങ്ങോട്ട് പോയതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനു മുമ്പായിട്ട് ഈ പാകിസ്ഥാനിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ഇത് നുണയാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ ദുനിയ എന്ന് പറയുന്ന ഉറുദു പത്രവും പാകിസ്ഥാൻ ടുഡേ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പത്രവും ഇത് രണ്ടും ഇൻ്റലിജൻസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള പത്രങ്ങളാണ്. പിന്നെ ഇത് മാത്രമല്ല, ഇതൊരു പാകിസ്ഥാൻ്റെ ഒരു സ്ഥിര ശൈലിയാണ്. ഈ പത്രങ്ങളിൽ കൂടെ വാർത്തകൾ പുറത്തു വരുന്നു, അതിനുശേഷം അത് റൂമറായിട്ടും സ്പെക്കുലേഷനുമായിട്ട് ആദ്യം വരുന്നു, ഡ്രിബ്ലെറ്റ്സിൽ വരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം അത് റിയാലിറ്റി ആയിട്ട് മാറുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ക്രെഡിബിലിറ്റി വളരെ കൂടുതലാണ്. ക്രെഡിബിലിറ്റി കൂടുതലെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കുള്ള ഒരു മീഡിയ ഓർഗൻ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇൻ്റലിജൻസിൻ്റെ ഒരു മൗത്ത് പീസ് ആയതുകൊണ്ട് അതിൻ്റെ ക്രെഡിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലൊരു വാർത്ത വന്ന സ്ഥിതിക്ക് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത്, എൻ്റെ അഭിപ്രായത്തിൽ, ഇത് പാകിസ്ഥാൻ എടുത്ത് ചോദിക്കണം. ഈ SITയിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു വിലയിരുത്തലാണോ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ളത്? അത് അവരെ പെരുങ്ങല്ലാക്കും. അവരാണെന്ന് അവർ പറയട്ടെ. അവരാണെന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ സംഘം അങ്ങോട്ട് പോയതുകൊണ്ട് കാര്യമൊന്നുമില്ല. വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു ഡൈവർജൻസ് അതിലുണ്ട്. അതായത് അവർ പറയുന്നു ഇത് നമ്മൾ ചെയ്തതെങ്കിൽ പിന്നെ നമ്മൾ അവിടെ പോയിട്ട് തെളിവെടുത്തുകൊണ്ട് എന്താ കാര്യം? അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർശനം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകും. അപ്പോൾ ഇതിൽ ഈ നാടകം കളിക്കുന്നത് മുഴുവനുമാണ് ഇതിലൊരു പ്രശ്നമായി മാറിയിരിക്കുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നു ഈ നാടകം കളിക്കാനുള്ള കാര്യം രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. ഇവിടെ സർക്കാരിൻ്റെ കൂടെയുള്ള ആളുകളും ആ കക്ഷികളും ഒക്കെ ഇതിനെ ഇതുമായിട്ട് വളരെ ഇത്തരത്തിൽ പാകിസ്ഥാനുമായിട്ട് മൃദുലമായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ സമീപനത്തെ വളരെ വിമർശിക്കുന്നു, ഡയലോഗിൻ്റെ കാര്യത്തിൽ വിമർശിക്കുന്നു. അപ്പോൾ അതിന് ആ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ചില ഫോൾ സ്റ്റെപ്സും ചുവടുവയ്പ്പുകളും ഒക്കെ റിച്വലൈസ് ചെയ്ത്
നമ്മൾ കടന്നുകൂടിയിരിക്കുകയാണ്. ഇത് പാകിസ്ഥാൻ്റെ ആയിട്ടുള്ള ബന്ധത്തിലെ ചരിത്രത്തിലോട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇത് വളരെ അപകടം പിടിച്ച ഒരു സമീപനമാണ്. ഇതിൽ കൂടുതൽ വളരെ വലിയ ക്ലാരിറ്റി വേണ്ട ഒരു വിഷയമാണിത്. അപ്പോൾ അതിൽ ഫണ്ടമെൻ്റലായിട്ട് ആ ക്ലാരിറ്റി കാണുന്നില്ല ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ MP ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പ്രേമചന്ദ്രൻ, ഇതിലൊരു രാഷ്ട്രീയം, ഇന്നിപ്പോൾ ആം ആദ്മി പാർട്ടിയാണ് ആ നിലയിൽ ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത്. പ്രധാനമന്ത്രി ഭാരതമാതാവിനെ പിന്നിൽ നിന്ന് കുത്തി എന്നാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോഴടക്കം പറഞ്ഞിട്ടുള്ളത്. ഈ നിലയിൽ ഇന്ത്യൻ ഗവൺമെൻറ് വലിയ തോതിൽ ഈ വിഷയത്തിൽ പാളിച്ച പറ്റി എന്നൊരു അഭിപ്രായം പ്രതിപക്ഷത്തിന് അപ്പാടെയുണ്ടോ? അതോ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്ത് സർക്കാർ മുന്നോട്ട് പോകേണ്ടതായിരുന്നു എന്ന അഭിപ്രായമാണോ താങ്കൾക്കുള്ളത്? എന്തായാലും ഈ വിഷയത്തിൽ പാകിസ്ഥാൻ അന്വേഷണ സംഘം ഇവിടേക്ക് വന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ കണ്ടന്റ് ഏറെക്കുറെ പുറത്തു വന്നു കഴിഞ്ഞു. ഈ വിഷയത്തിൽ ഒരിക്കലും ദഹിക്കാത്ത, ഒരിക്കലും മനസ്സിലാകാത്ത ഒരു റിപ്പോർട്ടാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് പ്രതിപക്ഷം ഇതിനെ കാണാൻ പോകുന്നത്, വിലയിരുത്താൻ പോകുന്നത്? ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ നയതന്ത്ര രംഗത്തെ ഏറ്റവും വലിയ പരാജയമാണ് ഇന്ന് പാകിസ്ഥാൻ ഇൻവെസ്റ്റിഗേഷൻ ടീം അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റേതായി പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ. എന്റെ അഭിപ്രായത്തിൽ പത്താൻകോട്ട് സംഭവം ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ കടന്നാക്രമണങ്ങൾ നടക്കുമ്പോൾ അതിനാധാരമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ കൂടി നാം വിലയിരുത്തേണ്ടതാണ്. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ രാജ്യാന്തര രംഗത്ത് നിലനിൽക്കുന്ന എല്ലാ പ്രോട്ടോകോൾ സംവിധാനവും ലംഘിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്റെ വ്യക്തിഗതമായ ഇമേജ് ബിൽഡപ്പ് ചെയ്യുന്നതിനും പേഴ്സണൽ ക്ലൗട്ട് ബിൽഡപ്പ് ചെയ്യുന്നതിനും വേണ്ടി കാബൂളിൽ നിന്നും നേരെ പ്രധാനമന്ത്രി ലാഹോറിലേക്ക് യാത്രയാകുകയും പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ കുടുംബത്തിലെ ചടങ്ങിൽ, സൽക്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത് തിരിച്ച് ഡൽഹിയിലെത്തുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമൊന്നുണ്ടായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സതുദ്ദേശപരമായ നിലപാട് എന്ന നിലയിലൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടെങ്കിൽ പോലും അതൊരു പക്ഷേ നയതന്ത്ര രംഗത്തെ ഏറ്റവും വലിയ പാളിച്ചയാണ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ആരും അംഗീകരിച്ചില്ലെങ്കിൽ പോലും അത് ശക്തമായി തന്നെ സാധൂകരിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ നയതന്ത്ര രംഗത്തെ പാളിച്ച ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അങ്ങനെ ഒരു സൗഹൃദാന്തരീക്ഷത്തിൽ രാഷ്ട്രീയമായി ഒരു സമവായത്തിലോ സമന്വയത്തിലോ എത്തിച്ചേർന്നിട്ടില്ല. അങ്ങനെ ഒരു സൗഹൃദാന്തരീക്ഷം ഇനിയും രൂപപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സിന്റെ കാര്യത്തിൽ, വിശ്വാസം പരസ്പരം ആർജിക്കുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ പോലും ഇപ്പോൾ വിദൂരങ്ങളിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ പ്രത്യേക അന്വേഷണ സംഘത്തെ നമ്മുടെ വ്യോമയാന കേന്ദ്രം ഉൾപ്പെടെയുള്ള എയർഫോഴ്സിന്റെ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ രാജ്യാതിർത്തിയിലുള്ള സൈനിക സായുധ കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും തെളിവെടുപ്പ് നടത്താനും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അന്വേഷിക്കാനും അനുവാദം കൊടുത്തതും അത്തരത്തിലൊരു പഠനം അല്ലെങ്കിൽ അന്വേഷണം നടത്താനുള്ള സംരംഭം ഒരുക്കിയതും ഗുരുതരമായിട്ടുള്ള രണ്ടാമത്തെ ഗവൺമെന്റ് പാളിച്ചയാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും തിക്തഫലമാണ് സത്യത്തിൽ ഇന്ന് പാകിസ്ഥാൻ സ്ഥിരമായി ചെയ്യുന്നത് പോലെ തന്നെ, നേരത്തെ ബഹുമാനപ്പെട്ട അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അവരുടെ തന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെ ഇത് ഇന്ത്യ ഗവൺമെന്റ് കബളിപ്പിക്കാൻ വേണ്ടി ആസൂത്രിതമായി നടപ്പാക്കിയ ഒരു നാടകമായിരുന്നു. 148 മണിക്കൂർ നേരം രാജ്യത്തെ തന്നെ ഉത്കണ്ഠയുടെ മുൾമുനയിൽ നിർത്തിയ പത്താൻകോട്ട് വ്യോമഗാന കേന്ദ്രത്തിൽ നടന്നിട്ടുള്ള ആക്രമണം അത് രാജ്യം ബോധപൂർവമായി സൃഷ്ടിച്ചതാണ് എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ സ്വീകരിച്ചിട്ടുള്ള നയപരമായ നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തിൽ പോലും നാം പ്രതിസ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാൻ പര്യാപ്തമായ ആക്ഷേപമാണ് സത്യത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ അത് രാജ്യ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്, അപജയമാണ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ പലപ്പോഴും പാർലമെന്റിൽ ചോദിച്ചതാണ്, എന്താണ് ഈ ഗവൺമെന്റിന്റെ പാകിസ്ഥാൻ പോളിസി? ഈ ഗവൺമെന്റിന്റെ പാകിസ്ഥാൻ പോളിസിയെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായ ഒരു ഡയറക്ഷൻ ഈ ഗവൺമെന്റില്ല എന്ന് വേണം കരുതാൻ. നമുക്കെല്ലാവർക്കും അറിയാം, സംസാരവും ഡയലോഗും ഭീകരപ്രവർത്തനവും ഒരുമിച്ച് പോകില്ല, ചർച്ചയും ഭീകരപ്രവർത്തനവും ഒരുമിച്ച് പോകില്ല. ഇതായിരുന്നു കഴിഞ്ഞ NDA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ BJP എടുത്ത പൊസിഷൻ, NDA എടുത്ത പൊസിഷൻ. അന്ന് കേന്ദ്രത്തിൽ പാർലമെന്റിനകത്തും പുറത്തും പാകിസ്ഥാനുമായി സൗഹൃദ ചർച്ചകൾക്ക് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സന്നദ്ധമായപ്പോൾ ഭീകരവാദവും ചർച്ചയും ഒരുമിച്ച് പോകില്ല, ടോക്ക് ആൻഡ് ടെറർ വിൽ നെവർ ഗോ ടുഗദർ
എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച് അതിരൂക്ഷമായി വിമർശിച്ച അതേ പ്രതിപക്ഷം ഇന്ന് ഗവൺമെന്റിന്റെ സ്ഥാനത്തെത്തിയപ്പോ ഇതെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ലാഹോർ സന്ദർശനവും അതിന്റെ ഭാഗമായി ഇതാ വലിയ നയതന്ത്ര രംഗത്തെ വിജയം നരേന്ദ്രമോദി കൈവരിച്ചു എന്ന് വലിയ തോതിൽ പ്രചരണവും നടത്തിയത്. അതിന്റെ ഒരു റിവേഴ്സിബിൾ റിയാക്ഷനാണ് സത്യത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് അനുഭവങ്ങൾ ധാരാളമുള്ളതാണ്. ലാഹോർ ബസ് യാത്രയ്ക്ക് ശേഷം അടൽ ബിഹാരി വാജ്പേയിയുടെ ലാഹോർ ബസ് യാത്രയ്ക്ക് ശേഷമാണ് കാർഗിൽ സംഭവം ഉണ്ടായതെങ്കിൽ ഒരുപാട് ദുരനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുള്ള സാഹചര്യത്തിൽ കൂടുതൽ സഹിഷ്ണുതയോടുകൂടി അല്ലെങ്കിൽ കൂടുതൽ സൂക്ഷ്മതയോടുകൂടി, സഹിഷ്ണുതയല്ല കൂടുതൽ സൂക്ഷ്മതയോടുകൂടി ഇന്ത്യൻ നയതന്ത്ര രംഗം പ്രത്യേകിച്ചും പാക് പോളിസി കൈകാര്യം ചെയ്യുന്നതിൽ ഗവൺമെന്റിന് പറ്റിയ വീഴ്ചയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമായി തീരുന്ന ഒരു പൊളിറ്റിക്കൽ പൊസിഷനിലേക്ക്, ഒരു ഡിഫൻസീവ് പൊസിഷനിലേക്ക് ഇന്ത്യ എത്തിച്ചേർന്നിട്ടുള്ളത്. അതാണ് താങ്കളുടെ ആ വിഷയത്തിലുള്ള അഭിപ്രായം. ശ്രീ ടി ജി മോഹൻദാസ്, വലിയ വിമർശനം ഈ വിഷയത്തിൽ സർക്കാർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു, ഇനി ഏറ്റുവാങ്ങാൻ പോവുകയുമാണ് എന്നതാണ് പ്രേമേന്ദ്രനെ പോലുള്ളവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഏർപ്പാട്, പാകിസ്ഥാൻ അന്വേഷണ സംഘത്തെ ഇവിടെ കൊണ്ടുവന്ന് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലെ പരിശോധനയ്ക്കടക്കം അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്തു. ഒരിക്കലും ഈ രീതിയിലൊരു സൗഹൃദത്തിലൂടെ പാകിസ്ഥാനുമായി മെച്ചപ്പെട്ട ബന്ധമുണ്ടാക്കാൻ കഴിയില്ല എന്ന് മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ മനസ്സിലാക്കണമായിരുന്നു, രാഷ്ട്രീയ നേതൃത്വം മനസ്സിലാക്കണമായിരുന്നു. നരേന്ദ്രമോദിക്ക് അതിനും കഴിഞ്ഞില്ല. അദ്ദേഹം എടുത്തുചാടി കാബൂളിൽ നിന്ന് ലാഹോറിലേക്ക് വന്ന് ഒരു സൗഹൃദ സംഭാഷണമൊക്കെ നടത്തി മടങ്ങി എന്ന നിലയിലേക്ക് ഈ സൗഹൃദത്തെ പരിമിതപ്പെടുത്തി കാണാനാണ് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ ഇത് നയതന്ത്ര മേഖലയിൽ ഉണ്ടായ തിരിച്ചടി എന്ന നിലയിൽ തന്നെയായിരിക്കില്ലേ ഇനി വിലയിരുത്തപ്പെടുക? അല്ല, പ്രതിപക്ഷം അങ്ങനെ വിലയിരുത്തുള്ളൂ. പ്രതിപക്ഷം അല്ലെങ്കിൽ നല്ല കാര്യം എന്തെങ്കിലും പറയുമോ സർക്കാരിനെ പറ്റി? പ്രേമേന്ദ്രൻ്റെ വാക്കുകൾക്കൊന്നും വലിയ വിലയൊന്നും കൊടുക്കേണ്ടെന്ന് തെരഞ്ഞെടുപ്പിൻ്റെ സമയമില്ല. അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയെന്ന് വിചാരിച്ചാൽ മതി. പാകിസ്ഥാൻ പോളിസി, ഫോറിൻ പോളിസി വീസാവി പാകിസ്ഥാൻ, ഇതൊരു കാലത്തും നമുക്ക് കോൺസ്റ്റൻ്റായിട്ട് നിർത്താൻ പറ്റില്ല. പ്രേമേന്ദ്രൻ്റെ രാഷ്ട്രീയ നിലപാട് പോലെ LDFിൽ നിന്ന് UDFിലേക്കും തിരിച്ചും ഒക്കെ ചാടേണ്ടി വരും പാകിസ്ഥാൻ്റെ കാര്യത്തിൽ. കാരണം പാകിസ്ഥാന് തന്നെ ഒരു കൺസിസ്റ്റൻസി ഇല്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ രൂക്ഷമായിട്ടും ചിലപ്പോൾ മൃദുവായിട്ടും, രണ്ടടി മുന്നോട്ടും ഒരടി പുറകോട്ടും ഇങ്ങനെയൊക്കെ ഇത് പോവുള്ളൂ. ഇത്രയും കാലം അങ്ങനെയല്ലേ പോയിട്ടുള്ളതും. ഇതിപ്പോ ഇപ്പോഴെന്തോ മഹാകാര്യം സാധിച്ച പോലെ പറയുന്നത് അല്ല, എങ്കിലും പാകിസ്ഥാനുമായിട്ടുള്ള ഒരു റിലേഷന്റെ കാര്യത്തിൽ സർക്കാരിന് ഒരു പോളിസി വേണമല്ലോ. എന്താണ് സർക്കാരിന്റെ പാകിസ്ഥാൻ നയം? അതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അതാണ് വിജയകുമാർ ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് നയം പാകിസ്ഥാന്റെ കാര്യത്തിൽ എടുക്കാൻ സാധ്യമല്ല. ഇന്നിപ്പോൾ ഞാൻ പറയട്ടെ, പാകിസ്ഥാനുമായിട്ട് നാളെ യുദ്ധം തുടങ്ങാം, തയ്യാറാണോ പ്രേമേന്ദ്രൻ? അല്ലല്ലോ. ശരി, പാകിസ്ഥാനുമായിട്ട് സകല ബന്ധവും ഉപേക്ഷിക്കാം, അതിർത്തി അടച്ചു പൂട്ടട്ടെ, സമ്മതിക്കുമോ പ്രേമേന്ദ്രൻ? ഇല്ലല്ലോ. ഈ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ പ്രതിപക്ഷ നേതാവിനെ പോലെ സംസാരിക്കുന്ന പ്രേമേന്ദ്രനെ വിടുമെന്ന് അതാ ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗം നടത്തി പോട്ടെ, അദ്ദേഹത്തിന് അത്രയ്ക്കുള്ള ഉത്തരവാദിത്വമൊക്കെ ഉള്ളൂ ഇക്കാര്യത്തിൽ. ഒരു കക്ഷിയുടെ ചെറിയൊരു നേതാവല്ലേ, അത് വിടുക. ഞാൻ പറയുന്നത് ഫോറിൻ പോളിസിയിൽ കൺസിസ്റ്റൻസി വേണമെന്നുള്ള നിർബന്ധം ആദ്യം ഉപേക്ഷിക്കുക. കാരണം അയൽവക്കക്കാരൻ്റെ സ്വഭാവം അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പോളിസി രൂപപ്പെടുത്താൻ പറ്റുള്ളൂ. അവിടെ ഡൈനമിക് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പോളിസി ഡൈനമിക്കായേ പറ്റുള്ളൂ. അല്ലാതെ ഞാനൊരു പോളിസിയിൽ നിൽക്കും, പാകിസ്ഥാൻ എന്ത് വേണേൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാകും. അപ്പോൾ ആളും തരവും സമയവും നോക്കിയിട്ട് പോളിസി നമുക്ക് മാറ്റേണ്ടി വരും. ഒരുപക്ഷെ രാവിലത്തെ പോളിസി ആയിരിക്കില്ല ഉച്ച കഴിഞ്ഞ്. അതാണ് പാകിസ്ഥാന്റെ കാര്യത്തിൽ നമുക്ക് എടുക്കാനുള്ളത്. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ്. അക്കാര്യത്തിൽ ഒരു കൺസിസ്റ്റൻസി ആരും പ്രതീക്ഷിക്കേണ്ട. കൺസിസ്റ്റൻസി വിൽ ബി ഡേഞ്ചറസ് വിസാവി പാകിസ്ഥാൻ. ശ്രീ മാത്യു കുഴൽനാടൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മാത്യു, എന്താണ് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട്? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ പാകിസ്ഥാനുമായി ബന്ധം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പഠാൻകോട്ട് ഭീകരാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് തലവനെ അവർ വീട്ടുതടങ്കലിലാക്കി. ഈ വിഷയം സർതാജ് അസീസ് തന്നെ സ്ഥിരീകരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ ചർച്ചകൾക്കോ തുടർ അന്വേഷണത്തിനോ ഇന്ത്യയിലേക്ക് വരാമെന്ന് പാകിസ്ഥാൻ സംഘം അറിയിക്കുന്നു.
അവർക്ക് ഇന്ത്യയിലേക്ക് ഇന്ത്യൻ ഗവൺമെൻറ് സഹായം ചെയ്യുന്നു, ഇവിടെ അവർക്ക് പരിശോധനയ്ക്കും അന്വേഷണത്തിനുമുള്ള സൗകര്യമൊരുക്കുന്നു, തെളിവുകൾ ഇന്ത്യ കൈമാറുന്നു. ഈ നിലയിൽ ഈ അന്വേഷണ സംവിധാനത്തെ ഇന്ത്യ സഹായിച്ചു അല്ലെങ്കിൽ അതിനോടൊപ്പം നിന്നു എന്നത് ഒരു വസ്തുതയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ഈ നിലപാടുകൾക്ക് സ്വീകാര്യതയും ഉണ്ടാകാം. വിമർശനങ്ങൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, സ്വീകാര്യത ഉണ്ടായിരുന്നു എന്നതും ഒരു വസ്തുതയാണ്. കോൺഗ്രസ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഗവൺമെൻറ് ഈ വിഷയത്തിൽ സമ്പൂർണ്ണ പരാജയമാണ്. പത്താൻകോട്ട് ഭീകരാക്രമണത്തിന് ശേഷമുണ്ടായ ഈ പ്രതിസന്ധി ഈ നയതന്ത്രപരമായി പരിഹരിക്കേണ്ട വിഷയങ്ങളിലടക്കം സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന വിലയിരുത്തൽ തന്നെയാണോ കോൺഗ്രസിനുള്ളത്? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ബഹുമാനായ ശ്രീ മോഹൻദാസ് പറഞ്ഞ വിഷയത്തോടൊന്ന് പ്രതികരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഒരുപക്ഷെ ഇത് ഡിഫെൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പറഞ്ഞായിരിക്കും. പക്ഷേ വളരെ കാഷ്വലായിട്ടും അല്ലെങ്കിൽ വളരെ നിസ്സാരവൽക്കരിച്ചും ഈ ഒരു കാര്യത്തെ സമീപിക്കുന്നത് രീതി ഒരുപക്ഷെ ഒന്നല്ലെങ്കിൽ ഈ ചർച്ചയിൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പറയുന്നതായിരിക്കും. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതോ ഗുണകരമായോ ഒരു സംഗതിയല്ല. ഇവിടെ ബഹുമാനായ ഭദ്രകുമാർ സാറും അതുപോലെ തന്നെ പ്രേമേന്ദ്രനും പങ്കുവച്ച കാര്യങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കാവുന്ന രാഷ്ട്രീയ പ്രസംഗം എന്ന നിലയിൽ പറയേണ്ടതില്ല. ഞാൻ ഇവിടെ നമ്മൾ ഇതിനു മുമ്പുള്ള സർക്കാരിന്റെ പോളിസി ഒന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പോ ഇതുകൊണ്ട് ഇന്ത്യക്കുണ്ടായ നഷ്ടം എന്താണ് യഥാർത്ഥത്തിൽ? ഇപ്പോ അദ്ദേഹം പറഞ്ഞു ഇത് ഇങ്ങനെ വരുവുള്ളൂ എന്ന് അറിയായിരുന്നു, അല്ലെങ്കിൽ ഇതിനൊരു വിലയും കൊടുക്കേണ്ടതില്ല. ശരിയാണ്. പക്ഷേ ഓവർ ദ ഇയേഴ്സ്, ഓവർ ദ ഡെക്കേഡ്സ് ശരിക്കും ഇന്ത്യ പരിശ്രമിച്ചു വന്നിരുന്നത് പാകിസ്ഥാനെ ഒരു ടെറർ സ്പോൺസറിങ് കൺട്രിയായി അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ നമ്മൾ പ്രതിഷ്ഠാനത്ത് നിർത്തിയിരിക്കുകയായിരുന്നു. മൻമോഹൻ സിംഗ് പൊതുവെ സൗമ്യനാണ് എങ്കിലും അദ്ദേഹത്തിന്റെ നിലപാട് അതിശക്തമായിരുന്നു ഇക്കാര്യത്തിൽ. ബോംബെ അറ്റാക്കിന് ശേഷം പാകിസ്ഥാൻ അതിന്റെ ഉത്തരവാദിത്വം ഏൽക്കുന്നത് വരെ അവരുമായി യാതൊരുവിധ നയതന്ത്ര ബന്ധങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾക്കും തയ്യാറില്ല എന്ന ശക്തമായ നിലപാടെടുത്ത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ പാകിസ്ഥാൻ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് എന്ന് ലോക രാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തി പാകിസ്ഥാനെ അന്താരാഷ്ട്ര വേദികളിൽ ഒറ്റപ്പെടുത്താൻ കഴിഞ്ഞത് UPA സർക്കാരിന്റെ കാലത്തെ ഫോറിൻ പോളിസിയുടെ ഭാഗമായിട്ടാണ്. എന്നാൽ ഇന്ന് ഇത് സംഭവിച്ചപ്പോ ഇന്ത്യ രാജ്യത്തിന് എന്താണ്, നമുക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടായത്? നമുക്കുണ്ടായ നഷ്ടം എന്താ? ശരിയാണ്, പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ഓഫർ, ഒരു അന്വേഷണത്തെ നമ്മൾ ലെജിറ്റിമേറ്റ് ആയിട്ട് അംഗീകരിച്ചതിന് തുല്യമാണ് വെൻ വി ഇൻവൈറ്റഡ് ദം, വെൻ വി ഓഫേർഡ് അസിസ്റ്റൻസ്. അതായത് ഇന്ത്യ ഒരു രാജ്യം എന്ന നിലയ്ക്ക് പാകിസ്ഥാന്റെ അന്വേഷണത്തെ ലെജിറ്റിമേറ്റ് ആയിട്ട് അംഗീകരിച്ചതിന്റെ ഒരു ഇൻഡയറക്റ്റ് എഫക്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഔട്ട്കം വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്, അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് നമ്മൾക്ക് അംഗീകരിക്കുക തള്ളികളെ ഒക്കെ ചെയ്യാം. പക്ഷേ അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ പാകിസ്ഥാന് നാളെ വാദിക്കാനുള്ള ഒരു കാരണമായി ഒരുപക്ഷെ വളരെ റിഡിക്കുലസ് ആയിട്ടുള്ള റിപ്പോർട്ടായിരിക്കാം. ബട്ട് സ്റ്റിൽ ഇന്ത്യയെ കൂടി ഇന്ത്യയുടെ കൂടി സഹകരണത്തോടുകൂടി ഞങ്ങൾ കണ്ടെത്തിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറയുകയാണിത്. തീർച്ചയായിട്ടും നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒന്നാണ്. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ഈ ഫോറിൻ പോളിസിയെ ഈ ഡൊമസ്റ്റിക് പൊളിറ്റിക്കൽ ബ്രൗണി പോയിന്റ്സ് സ്കോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏറ്റവും അപകടകരമായ ഒരു ട്രെൻഡാണ്. ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രിമാരും ഈ നിലയിൽ ശ്രമിച്ചിട്ടില്ല. ബഹുമാനായ ഭദ്രകുമാർ സാർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ചോദിച്ചാൽ അറിയാം. ഡൊമസ്റ്റിക് പർപ്പസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി അഡ്രസ് ചെയ്യാൻ വേണ്ടി ഫോറിൻ പോളിസിയെ വിനിയോഗിക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ്. തന്നെയല്ല, പാകിസ്ഥാന്റെ ഇത് ഒരുപക്ഷെ എന്നെക്കാളും ആധികാരികമായി പറയാൻ കഴിയുന്ന അദ്ദേഹത്തിനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടി സബ്ജക്ട് ടു കറക്ഷൻ ഞാനൊരു കാര്യം പറയുകയാണ്. പാകിസ്ഥാനുമായി ബന്ധത്തിലൊക്കെ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ കൺവെൻഷണൽ റൂൾസ് ഉണ്ട്. ഒരു പരിധി വിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഒരു കൺട്രികൾ തമ്മിൽ ഡെവലപ്പ് ചെയ്യാതെ ഇതുപോലൊരു അന്വേഷണമായി സഹകരിക്കുക അല്ലെങ്കിൽ അതിനുള്ള അവസരം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പരിമിതമായ എന്റെ അറിവിൽ നിന്നും അല്ലെങ്കിൽ എന്റെ പഠനത്തിൽ നിന്നും എനിക്ക് പറയാൻ കഴിയുന്നത് അത് കൺവെൻഷണൽ IR റൂൾസിന്റെ വയലേഷനാണ്. ഇന്റർനാഷണൽ റിലേഷൻസിൽ അങ്ങനെ ഒരു സാധാരണഗതിയിൽ കൺട്രീസ് അങ്ങനെ അനുവദിക്കാറില്ല. അങ്ങനെ അനുവദിച്ചുകൊണ്ടിരുന്ന നഷ്ടം നമുക്ക് മാത്രമാണ്. പാകിസ്ഥാൻ അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ ഇന്ത്യ ഒരു ജോയിന്റ് അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ വേറൊരു ഏജൻസിയോ അല്ലെങ്കിൽ വേറെ രാജ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിലയ്ക്കുള്ള അന്വേഷണമായി മനസ്സിലാക്കാം. പക്ഷെ പാകിസ്ഥാൻ ഇതാണ് പ്രതീക്ഷിച്ചത്, ഇതാണ് ചെയ്യുള്ളൂ എന്ന് അറിഞ്ഞിരുന്നുകൊണ്ട് നമ്മൾ എന്തിനേലും അനുവദിച്ചു? നാളെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ പാകിസ്ഥാൻ ഉയർത്തിപ്പിടിച്ച് ആർഗ്യാനുള്ള ഒരു പോയിന്റ് നമ്മൾ ഇട്ടുകൊടുത്തു. ഇതിനാര് സമാധാനം പറയും? നരേന്ദ്രമോദിക്ക് ഞാൻ ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഈ അയൽക്കാരന്റെ സ്വഭാവം മാറുന്നത് പോലെ പോളിസി മാറ്റാൻ കഴിയില്ല.
പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ, അത് മോഹൻദാസ് സാർ പറഞ്ഞു എന്ത് അർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. മാത്യു, ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ കേരള ഘടകം കൺവീനർ CR നീലകണ്ഠൻ കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ CR നീലകണ്ഠൻ, ഈ വിഷയത്തിൽ ഒരു വൈകാരികമായ പ്രതികരണമാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് നടത്തിയത്. സാധാരണ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് പാകിസ്ഥാൻ ടീമിനെ ഇന്ത്യയിൽ അനുവദിക്കില്ല എന്ന് ശിവസേന പറയുകയും ഫിറോസ് ഷാ കോട്ട്ല ഗ്രൗണ്ട് കിളച്ചു മറിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഗുലാം അലിയെ ഇന്ത്യയിൽ പാടാൻ അനുവദിക്കില്ല എന്ന് ശിവസേന പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ ഭാരതമാതാവിനെ പിന്നിൽ നിന്ന് നരേന്ദ്രമോദി കുത്തി എന്നാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിട്ടുള്ളത്. ഈ രീതിയിൽ വൈകാരികമായി സമീപിക്കേണ്ടതാണോ ഈ വിഷയത്തെ? പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു അന്വേഷണ സംഘം ഇന്ത്യയിൽ ഇതിൻ്റെ പരിശോധനയ്ക്കായി വരികയും അവർ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുമ്പോൾ അതിനെ ആ നിലയ്ക്ക് ആ ഒരു ഗൗരവത്തോടെ സമീപിക്കേണ്ടതിന് പകരം ഇങ്ങനെ വൈകാരികമായി ISIയുടെ അംഗങ്ങൾ അതിലുള്ളത് കൊണ്ട് ഇവർക്ക് ഇന്ത്യയിൽ പ്രവേശിക്കാനേ പാടില്ല എന്ന നിലയിലൊക്കെ അതിനെ രാഷ്ട്രീയമായി വിലയിരുത്താൻ കഴിയുമോ? ശ്രീ ആർ നീലകണ്ഠൻ, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടെങ്കിൽ വരാം, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഭദ്രകുമാർ, ഇപ്പോൾ മാത്യു കുഴൽനാടൻ സൂചിപ്പിച്ച ഒരു പ്രധാന കാര്യം, നരേന്ദ്രമോദി ഈ വിഷയത്തെ നയതന്ത്ര മേഖലയിൽ നടത്തുന്ന ചെറിയ ചെറിയ ഇടപെടലുകളെ പോലും പ്രാദേശിക രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിന് മേൽക്കൈ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി വന്നു ഭവിച്ചതാണ് ഇത്തരം ദുരന്തങ്ങൾ എന്ന ഒരു വിലയിരുത്തൽ. രാഷ്ട്രീയമായ വിലയിരുത്തലാണെങ്കിൽ കൂടി താങ്കൾക്ക് അതിൽ അഭിപ്രായം ഉണ്ടാകുമല്ലോ. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ താങ്കൾ? അത് തന്നെയാണ് ഞാൻ സത്യത്തിൽ ഞാൻ സൂചിപ്പിച്ചത് നേരത്തെ. അത് ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനല്ലാത്തതുകൊണ്ട് ഞാൻ അത് ആ രീതിയിൽ സംസാരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, ആ രീതിയിൽ വിശദീകരിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻ്റെ ഓർമ്മയിൽ ഇത്തരത്തിലുള്ള ഒരു സമീപനം നമ്മൾ ഒരു കാലത്തും എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾക്ക് വളരെ വലിയ ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ. നമ്മൾ പാകിസ്ഥാനുമായിട്ട് ഇക്വേറ്റ് ചെയ്യരുത്. നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആ കണ്ടെയ്ൻമെൻറ്റ് സ്ട്രാറ്റജി നമ്മൾ തന്നെ അണ്ടർകട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവരെ ഈക്വേറ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഇതിൻ്റെ ഓപ്റ്റിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഫോറിൻ പോളിസിയിലും ഡിപ്ലോമസിയിലും. ഇതിലെ ഓപ്റ്റിക്സിൽ നമ്മൾ അവർക്ക് ക്രെഡിബിലിറ്റി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ അദ്ദേഹം കോൺഗ്രസ് നേതാവ് അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ അതുമായിട്ടാണ് യോജിക്കുന്നത്. വളരെ ഒരു റിമാർക്കബിൾ സക്സസ് നമുക്കുണ്ടായിരുന്നു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ പാകിസ്ഥാനെ സ്റ്റിഗ്മറ്റൈസ് ചെയ്യുന്നത്. അവർ ഒരു സ്റ്റേറ്റ് ടെററിസത്തിനെ സ്പോൺസർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണെന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള ഒരു ഒറ്റപ്പെടുത്തൽ നമ്മൾ വിജയിച്ചു നയതന്ത്ര രംഗത്ത് UPA സർക്കാരിൻ്റെ സമയത്ത്. ഇപ്പോൾ അതിനുശേഷം വന്നിരിക്കുന്നത് നമ്മൾ അവരെ കോഓപ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ ഈ പ്രധാനമന്ത്രിയുടെ ഈ ലാഹോർ സന്ദർശനം തന്നെ ഒരു കാറ്റാസ്ട്രഫിക് മിസ്റ്റേക്ക് ആകുകയാണ്. എന്ന് വെച്ചിരുന്നാൽ അവരെ ഇക്വേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന ഉടനെ വരുന്നതാരാണ്? നമ്മൾ എപ്പോഴും എല്ലാ കാലത്തും പറഞ്ഞിരുന്ന ISIക്കാരനാണ് വന്നിരിക്കുന്നത്. ISIയിലെ ഒരു കേണൽ. ഇപ്പം ഒന്നുമില്ലെങ്കിൽ ഇൻറ്റീരിയർ മിനിസ്ട്രിയുടെ ആളുകൾ വന്നാൽ അത് വേറൊരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഫോറിൻ ഓഫീസിലുള്ള ആളുകൾ ഇവിടെ കൺസൾട്ടേഷൻ വന്നാൽ അത് ISI ഓഫീസേഴ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്തിനാണ് അവർക്ക് ഇങ്ങനത്തെ ഒരു ക്രെഡിബിലിറ്റിയും ഒരു റെസ്പെക്റ്റബിലിറ്റിയും നമ്മളുടെ ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പിലോട്ട് അവരെ കൊണ്ടുവരുന്നത്? ഇതിനുശേഷം ഇപ്പോൾ ഇതൊക്കെ തകരുന്ന സമയത്ത് നമ്മൾ പിന്നെ മാറി നിന്നുകൊണ്ട് പാകിസ്ഥാൻ ഇത്ര വളരെ മോശപ്പെട്ട ഒരു കക്ഷിയാണ്, അവർ അന്താരാഷ്ട്ര രംഗത്ത് എല്ലാവരും സ്റ്റിഗ്മറ്റൈസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ആരെങ്കിലും നമ്മളെ സഹായിക്കുമോ? നമ്മളിപ്പോൾ ഇത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് ഇത് താല്പര്യം ഇല്ലാത്ത വിഷയമെന്ന് പറയുന്നതൊട്ടും ശരിയല്ല. ഇപ്പോൾ തന്നെയും ഐക്യരാഷ്ട്രസഭയിൽ നമ്മളിത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പാകിസ്ഥാനിലെ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിനെ കുറിച്ച് ഇപ്പോൾ ചൈനയുടെ നിലപാട് നമ്മൾ കണ്ടില്ലേ? അപ്പോൾ ആ രീതിയിൽ നമ്മളാൽ കഴിയുന്നതൊക്കെ നമ്മൾ വെച്ചുകൊണ്ട് ഇതിനെ നമ്മൾ ഐക്യരാഷ്ട്രസഭയിൽ ഉള്ള മെറ്റീരിയൽസൊക്കെ കൊടുത്തുകൊണ്ട് ഈ ലഷ്കറിനെയും ഈ ഓർഗനൈസേഷൻസിനെയൊക്കെ ഒറ്റപ്പെടുത്തി ടെററിസ്റ്റ് ഓർഗനൈസേഷൻസായിട്ട് മുദ്ര കൊടുക്കുന്നതിന് നമ്മൾ അങ്ങേയറ്റം ശ്രമിക്കുകയാണ്. അതേസമയം ഇതാണ് ഇതിലെ അടിസ്ഥാന പ്രശ്നമെന്ന് തോന്നുന്നു. പാകിസ്ഥാനെ ആഗോളതലത്തിൽ തീവ്രവാദത്തിന്റെ ഒരു ഉൽപാദക രാജ്യം എന്ന് പറഞ്ഞ് നമ്മൾ ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുകയായിരുന്നു. അതിൽ നമ്മൾ ഏറെ വിജയിക്കുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയിൽ അടക്കം ഈ വിഷയത്തിൽ ഇന്ത്യൻ നിലപാടുകൾക്ക് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു. അങ്ങനെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തി പാകിസ്ഥാന് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ ആക്രമിക്കാനോ നയതന്ത്ര മേഖലയിൽ ഇന്ത്യക്ക് മേൽ ഏതെങ്കിലും ഒരു അധീശത്വം നേടാനോ ഒന്നും ഒരു സാധ്യതയും മുൻകാലത്തുണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്ന വളരെ പോസിറ്റീവായിരുന്ന ഒരു അന്തരീക്ഷം ഈ സർക്കാർ കളഞ്ഞു കുളിച്ചു എന്നതാണ് ഇപ്പോഴുണ്ടാകുന്ന വലിയ വിമർശനം. എങ്ങനെ നേരിടും അതിനെ? അല്ല, ഞാനതിനെ നേരിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ വിമർശകരുടെയൊക്കെ സ്വഭാവം എല്ലാവർക്കും നന്നായിട്ട് അറിയാം.
ഒരു മാസം മുമ്പ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചാൽ എന്താ തെറ്റ് എന്ന് ചോദിച്ച ടീമാണ്. അവർക്ക് കുഴലൂതിയ ആളാണ് കുഴൽ നാടൻ. ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചാൽ അത് വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ അരവിന്ദ് കെജ്രിവാൾ ഇന്നിപ്പോൾ ഭാരതാംബ എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിനകത്തൊന്നും യാതൊരു ആത്മാർത്ഥതയൊന്നുമില്ല. എനിക്ക് ചോദിക്കാനുള്ളത് ശ്രീ ഭദ്രകുമാർ അവർകളോടാണ്. ഈ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞല്ലോ, പാകിസ്ഥാൻ ഒരു ടെററിസ്റ്റ് നേഷനാണെന്ന്. ഇത് ഐക്യരാഷ്ട്രസഭയിൽ ആർക്കും അറിഞ്ഞുകൂടാന്നാണോ വിചാരം? ബിൻ ലാദനെ അമേരിക്ക പിടിച്ചുകൊണ്ട് പോയത് എവിടുന്നാ? പാകിസ്ഥാനിൽ നിന്നല്ലേ? ഇതിൽ കവിഞ്ഞൊരു ഇൻഫർമേഷൻ അമേരിക്കയ്ക്ക് വേറെ വല്ലതും കിട്ടാനുണ്ടോ? ദാവൂദ് ഇബ്രാഹിം ഇപ്പോൾ താമസിക്കുന്നത് എവിടെയാ? പാകിസ്ഥാനിലല്ലേ? പാകിസ്ഥാൻ ടെററിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നറിയാനായിട്ട് ഇനിയിപ്പോൾ തെളിവ് വെച്ച് നമ്മൾ യുണൈറ്റഡ് നേഷൻസിൽ വാദിച്ച് ജയിക്കേണ്ട ആവശ്യമുണ്ടോ? എത്രയോ കാലമായിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന്റെ വിഷയത്തിൽ ആക്റ്റീവായ ഒരു ഇടപെടൽ ആരും നടത്തിയിട്ടില്ല. കാരണം പാകിസ്ഥാനിൽ അമേരിക്കയുടെ താല്പര്യമുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ വലിയ അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കിയിട്ടും അമേരിക്ക കൊടുക്കാനുള്ള ലോണെല്ലാം പാകിസ്ഥാന് കൊടുത്തല്ലോ? കൊടുത്തു. യുദ്ധവിമാനങ്ങൾ കൊടുത്തല്ലോ? കൊടുത്തു. നല്ല ബന്ധമല്ലേ? ആണ്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാർക്കും അറിഞ്ഞുകൂടാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ അമേരിക്കയ്ക്ക് അവരുടെ താല്പര്യമുണ്ട്, ചൈനയ്ക്ക് ചൈനയുടെ താല്പര്യമുണ്ട്, റഷ്യയ്ക്ക് റഷ്യയുടെ താല്പര്യമുണ്ട് പാകിസ്ഥാനിൽ. നമ്മുടെ താല്പര്യത്തിനൊത്ത് അവർ ചലിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ എത്ര തെളിവ് കൊടുത്താലും അവരാരും ചലിക്കാൻ പോകുന്നില്ല, അൺലെസ് ദേ ഫീൽ ദ പിഞ്ച്. അവരുടെ ആളിനെ അവിടെ ഒളിപ്പിച്ച് താമസിപ്പിച്ചപ്പോൾ അവർ പോയി പിടിച്ചുകൊണ്ട് പോയി. നമ്മൾ പക്ഷെ നാളെ പോയി ദാവൂദ് ഇബ്രാഹിമിനെ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഭദ്രകുമാർ തന്നെ പറയും, അയ്യോ അന്താരാഷ്ട്ര മര്യാദ ലംഘിച്ചു എന്നൊക്കെ പറയും. ഞാൻ ഭദ്രകുമാറിന്റെ നെടുങ്കൽ ലേഖനങ്ങൾ ഹിന്ദു പത്രത്തിൽ സ്ഥിരമായിട്ട് വായിക്കുന്ന ആളാണ്. എനിക്ക് ഇവരുടെയൊക്കെ മൈൻഡ് സെറ്റ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഒരു പുവർ ലൈറ്റിൽ നിർത്താൻ കിട്ടിയ അവസരം, അത്രേ ഉള്ളൂ. നരേന്ദ്രമോദിയുടെ ആ ബർത്ത്ഡേ വിസിറ്റ് വീണ്ടും ഇവർ പറയുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, നരേന്ദ്രമോദി അതിൻ്റെ പേരിൽ ഒരു പൊങ്ങച്ചവും പറഞ്ഞില്ല. അതൊരു നയതന്ത്ര വിസിറ്റാണെന്ന് പോലും അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ ആരോട് ചോദിച്ചില്ല, ഒരു ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് പറയാൻ പോയി, ഞാൻ തിരിച്ചു വന്നു. അതല്ലാതെ അതിന് നയതന്ത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഹോൾഡ് ചെയ്തത്. പക്ഷേ അനാവശ്യമായിട്ട് അതിനൊരു നയതന്ത്ര പരിവേഷം ചാർത്തി കൊടുക്കുകയും പിന്നീട് ഒരു വെടിപൊട്ടി കഴിയുമ്പോൾ മോദി പരാജയപ്പെട്ടു, മോദിയുടെ നയതന്ത്രം പരാജയപ്പെട്ടു എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ ഒരു സർക്കാരിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. ആ പാറ്റേൺ കുഴൽനാടനും പ്രേമേന്ദ്രനും ആവശ്യമാണ്. ഭദ്രകുമാറിന് ഇതിന്റെ ആവശ്യം എനിക്ക് മനസ്സിലാകുന്നുമില്ല. കഷ്ടമാണെന്ന് മാത്രം ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. ശ്രീ ഭദ്രകുമാർ, ഈ വിഷയത്തിൽ പഠാൻകോട്ടിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട 4 തീവ്രവാദികൾ ഇന്ത്യ അഡ്രസ്സും വിശദാംശങ്ങളും അടക്കം പാകിസ്ഥാന് കൈമാറി. നാസർ ഹുസൈൻ, ഹാഫിസ് അബൂബക്കർ, ഉമർ ഫാറൂഖ്, അബ്ദുൽ ഖയ്യൂം, ഇവർ എല്ലാവരും തന്നെ പഞ്ചാബ് സിന്ധ് പ്രവിശ്യയിലുള്ള പാകിസ്ഥാനിലെ പഞ്ചാബ് സിന്ധ് പ്രവിശ്യയിൽ നിന്നുള്ളവരാണ്. ഇവരെ നിയോഗിച്ചത് ജെയ്ഷെ മുഹമ്മദാണ്. ജെയ്ഷെ മുഹമ്മദിൻ്റെ നേതാക്കൾ നടത്തിയ സംഭാഷണത്തിൻ്റെ വിശദാംശങ്ങൾ, അതുപോലെ ഇവരുടെ പദ്ധതി തയ്യാറാക്കിയതിൻ്റെ മറ്റു വിശദാംശങ്ങൾ, DNA പരിശോധനയുടെ റിപ്പോർട്ടുകൾ, ഇതടക്കം വിശദമായ തെളിവ് ഇന്ത്യ കൈമാറിയിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായി തന്നെ NIA അടക്കം അറിയിച്ചിട്ടുള്ളത്. എന്നിട്ടും അത് പരിഗണിച്ചിട്ടില്ല പാകിസ്ഥാൻ എന്ന് വേണം നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ അത് പരിഗണിക്കാൻ പാകിസ്ഥാനെ കൊണ്ട് കഴിയില്ല. അങ്ങനെ പരിഗണിച്ച് ഇതിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് ആണെന്ന് സ്ഥാപിക്കാനോ അങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കാനോ പാകിസ്ഥാന് കഴിയുകയുമില്ല. താങ്കൾ എന്താണ് കരുതുന്നത്? ഇന്ത്യ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഈ വിഷയത്തിൽ? പാളിച്ച പറ്റിയെങ്കിൽ എന്തായിരുന്നു ഇന്ത്യ ചെയ്യേണ്ടിയിരുന്നത് ശരിയായി? എൻ്റെ എല്ലാ സമയത്തുമുള്ള ചിന്താഗതി ഒരു രീതിയിൽ തന്നെയായിരുന്നു. അതായത് പാകിസ്ഥാനെ നമ്മൾ എൻഗേജ് ചെയ്യണം. പാകിസ്ഥാനെ എൻഗേജ് ചെയ്യുന്നത് ഒരു വലിയൊരു ബിഗ് പിക്ചറിൻ്റെ പശ്ചാത്തലത്തിൽ വേണം. അതായത് നമ്മൾക്ക് ഏതൊരു തരത്തിലുള്ള ഒരു ബന്ധമാണ് പാകിസ്ഥാനുമായിട്ട് വേണ്ടതെന്നുള്ളത്. ഇതിൽ ഒരു വലിയ പ്രശ്നം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദി തന്നെയാണ്. 56 ഇഞ്ച് ഉള്ള ചെസ്റ്റ് ഉള്ള ഒരു വിദ്വാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തെ അവതരിപ്പിച്ചത് 2014. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് എന്തോന്നാണ്? അദ്ദേഹം ദാവൂദ് ഇബ്രാഹിമിനെ പിടിച്ച് ഇവിടെ കൊണ്ടുവരും, ഒസാമ ബിൻ ലാഡനെ ചെയ്തതുപോലെ ഇന്ത്യയെ അതിനെ അദ്ദേഹം അഡ്മയർ ചെയ്തു. ഇതൊക്കെയാണ്. അപ്പോൾ എന്താണ് ഈ അനുയായികൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്? വെറും പൊള്ളത്തരമാണ്. അപ്പോൾ അതിന് അവർക്ക് വലിയ അമർഷമുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതിൽ ഒരു പാരഡോക്സ് ഉള്ളത്, കോൺഗ്രസ്സുകാരെ കാട്ടി കൂടുതലും പ്രതിപക്ഷ കക്ഷികളെ കാട്ടി കൂടുതലും വിമർശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുയായികൾ തന്നെയാണ്. എന്തിനാണ് ഈ പാകിസ്ഥാനെ എൻഗേജ് ചെയ്യുന്നത് എന്ന് വെച്ചിരുന്നാൽ അവരെ 2014 പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് വേ ആണ്, വേറൊരു തരത്തിലാണ് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. ഇപ്പോഴാണ് അവർക്ക് അതിൻ്റെ വലിയൊരു അമർഷം അവർക്കുണ്ട്. ഇതൊന്നുമല്ല അവർ വിശ്വസിച്ചിരുന്നത്.
ഇപ്പോൾ ഈ അവിടുന്ന് അവിടെ ഉണ്ടായിരിക്കുന്ന ആളുകളെ കൊണ്ടുവരും, ഹോട്ട് പർസ്യൂട്ട് ഉണ്ടാകും, ഒസാമ ബിൻ ലാഡനെ പോലെ മോദി അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കും എന്നൊക്കെയല്ലേ പറഞ്ഞു വിശ്വസിപ്പിച്ചത്. അതിനുശേഷം എൻഗേജ്മെൻറ്റിന് പോകുന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ സെറിമണിക്ക്, ഈ സ്വയറിംഗ് ഇൻ സെറിമണിക്ക് നവാസ് ഷെരീഫിനെ വിളിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മനസ്സിലാകുന്നു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികളും അതിലെ എക്സ്ട്രീമിസ്റ്റുകളും ഒരു വിധത്തിലും സഹകരിക്കാൻ പോകുന്നില്ല, അദ്ദേഹത്തെ പരിഹസിക്കുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞുകൊണ്ട് ഉടനെ ഷട്ടർ പിടിച്ച് താഴെയിടുന്നു. പല മാസങ്ങളും കഴിയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇറങ്ങി വരുന്നു ഒന്ന് എൻഗേജ് ചെയ്യാനായിട്ട്. ഇതിലെ ഒരു പ്രശ്നമുള്ളത്, ഈ അമേരിക്കക്കാർ പറയുന്നതനുസരിച്ച് പാകിസ്ഥാൻ നയം രൂപീകരിക്കാൻ പറ്റില്ല. ശ്രീ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെയും RSSൻ്റെയും മേലുള്ള അമേരിക്കൻ സ്വാധീനമാണ് ഇതിലെ കാതലായിട്ടുള്ള പ്രശ്നം. ഇവർ ഈ ദേശസ്നേഹവും ഭാരതമാത എന്നെല്ലാം പറയുന്നെങ്കിൽ തന്നെയും ഈ പാകിസ്ഥാനെ എൻഗേജ് ചെയ്യുന്നത് അവരുടെ തന്നെ ഐഡിയോളജിക്ക് വ്യത്യസ്തമായിട്ട് അവർ എൻഗേജ് ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അമേരിക്കൻ സമ്മർദ്ദമാണ്. അമേരിക്കൻ സമ്മർദ്ദം വലിയൊരു പ്രശ്നമാണ് ഇന്ത്യയിൽ ഇന്ന്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ മേലിലും RSSൻ്റെ മേലിലും ഉണ്ട്. അതാണ് അതിലൊരു വലിയ പ്രശ്നം. RSSും നോർത്ത് അമേരിക്കയിലുമുള്ള NRI ഗ്രൂപ്പുകളും ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ അമേരിക്കയുടെ കയ്യിൽ നല്ല രേഖകളുണ്ട് അവർക്ക്. അതിനെക്കുറിച്ച് കാലാകാലങ്ങളിൽ പത്രവാർത്തകൾ വന്നിട്ടുള്ളതുമാണ്. അതുകൊണ്ട് വളരെ കോംപ്രമൈസ്ഡ് ആണ് ഈ കാര്യത്തിൽ. അമേരിക്ക പറയുന്നത് എന്താണ്? പാകിസ്ഥാനുമായിട്ട് എൻഗേജ് ചെയ്യണമെന്ന്. പാകിസ്ഥാനുമായിട്ട് എൻഗേജ് ചെയ്യേണ്ടി വരുന്നു. അത് കാരണം ശ്രീ നരേന്ദ്രമോദിക്ക്. പക്ഷേ എൻഗേജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അദ്ദേഹത്തിൻ്റെ അനുയായികളും RSS ചിന്താഗതിക്കാരുമുള്ള ആൾ, ഈ നേരത്തെ പറഞ്ഞ ഈ വിദ്വാൻ തന്നെ, അദ്ദേഹം എന്ത് വിമർശിച്ചിട്ടുണ്ട് ഈ പാകിസ്ഥാനെ എൻഗേജ് ചെയ്യുന്ന കാര്യത്തിൽ? അപ്പോൾ അവരൊക്കെ ഇത് വിമർശിക്കുന്ന ഉടനെ അത് കഴിഞ്ഞിട്ട് ഷട്ടർ അടച്ചിട്ട് കുറച്ചുകൂടെ പിറകോട്ട് മാറുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് വീണ്ടും വെളിയിൽ വരുന്നു, വീണ്ടും എൻഗേജ് ചെയ്യാനായിട്ട് നോക്കുന്നു. ഇത് നടക്കുകയല്ല. ഇതിനൊരു ഇതെല്ലാം വളരെ വെറും തെറ്റായിട്ടുള്ള ഒരു ആശയമാണ്. ഈ പാകിസ്ഥാന് ഒരു നയമില്ല, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നയമില്ല. പാകിസ്ഥാന് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു നയം ഇന്ത്യയോടുണ്ട്. അതിൽ യാതൊരു കൺഫ്യൂഷനും ഉണ്ടാകരുത്. അതുപോലെ തന്നെ അത് കാരണം നമ്മൾക്കും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു നയം അവർക്ക് വേണം. എൻ്റെ അഭിപ്രായത്തിൽ അവരെ കൺസ്ട്രക്റ്റീവായിട്ട് നമ്മൾ എൻഗേജ് ചെയ്യണം. എൻഗേജ് ചെയ്യുന്നത് ഒരു നല്ല തരത്തിലുള്ള ഒരു ബന്ധം രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി അവരെ സ്റ്റേക്ക് ഹോൾഡർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ കൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഒരു സ്റ്റാൻഡ് ലോൺ ഇഷ്യൂ ആയിട്ട് ഇത് എടുത്തിട്ട് ഗ്ലോബൽ ലീഡർ ആവാൻ നരേന്ദ്രമോദി നടത്തുന്ന ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷയെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നു. 2, ഒരു നയമില്ലാതെ പാകിസ്ഥാനുമായി ചർച്ചയ്ക്ക് പോകാൻ കഴിയില്ല, നയമുണ്ടായേ മതിയാവും. ഈ 2 ചോദ്യങ്ങൾക്കും ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി. നരേന്ദ്രമോദി ഒരു ഗ്ലോബൽ ലീഡറാണ്. ആയതിൻ്റെ അസൂയയാണ് ഇപ്പം ഈ ഭദ്രകുമാറിൻ്റെ വാക്കുകളിൽ തെളിഞ്ഞത്. ഞാനൊന്ന് പ്രകോപിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു നോക്കിയേ. RSSനെയും BJPയെയും സ്വാധീനിക്കുന്നത് അമേരിക്കൻ പോളിസിയാണ്. അമേരിക്ക ഞങ്ങളോട് പാകിസ്ഥാനോട് മൃദു സ്വഭാവം കൈക്കൊള്ളാൻ പറയുന്നു. എന്ത് കാര്യം അമേരിക്കയ്ക്ക്? നിങ്ങളല്ലേ പറഞ്ഞത് അമേരിക്കയെ പാകിസ്ഥാനെതിരെ ഒരു കണക്കിന് ബുദ്ധിമുട്ടി ഞങ്ങളെ എതിരാക്കി നിർത്തി. ഇപ്പോൾ നരേന്ദ്രമോദി അത് നശിപ്പിക്കും. എതിരാക്കി നിർത്തിയ പിന്നെ ഞങ്ങളോട് മൃദു സമീപനം എടുക്കാൻ അമേരിക്ക പറയണ്ടല്ലോ. ഞാൻ പറയുന്നത് ഭദ്രകുമാർ കുറച്ചുകൂടെ കണ്ണു തുറന്ന് കാര്യങ്ങൾ കാണുക. എന്താ RSSനെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? അമേരിക്കൻ പോളിസിക്ക് വഴങ്ങുന്നവരെന്നോ? ഞാനിപ്പോഴും പറയുന്നത് ദാവൂദ് ഇബ്രാഹിമിനെ നാളെ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ചർച്ചയിൽ ഇപ്പോൾ ഭദ്രകുമാർ പറയട്ടെ, അമേരിക്ക നടത്തിയ പോലെ ഒരു ഓപ്പറേഷൻ നടത്തി ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലുകയോ ജീവനോടെ പിടിച്ചുകൊണ്ട് വരികയോ ചെയ്താൽ ഇദ്ദേഹം ഭദ്രകുമാർ കൈയടിക്കുമോ, സമ്മതിക്കുമോ? അദ്ദേഹം മറുപടി പറയട്ടെ. ഇപ്പോ ശ്രീ ഭദ്രകുമാർ ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി. മോഹൻദാസ്, ഞാൻ കൈയടിച്ചു കഴിഞ്ഞു എന്ന് വെച്ചിരുന്നാൽ ഇത് അവരുടെ പൊള്ളത്തരമാണെന്ന് എനിക്കറിയാം. അതൊരു സംഭവം നടക്കാൻ പോകുന്നില്ല. പക്ഷെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് എൻ്റെ കൈയടിയാണ് ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നതെങ്കിൽ ഞാൻ കൈയടിക്കുന്നു. നരേന്ദ്രമോദി കാണിക്കട്ടെ 56 ഇഞ്ച് സൈസുള്ള ഒരു ചെസ്റ്റാണ് അദ്ദേഹത്തിനുള്ളതെന്ന്. ശ്രീ TG മോഹൻദാസ് വളരെ വേഗത്തിൽ മറുപടി. നോക്കൂ ഇവിടെയാണ് ഇങ്ങനെയുള്ളവരുടെ ഇപ്പോഴും കണ്ടോ, അദ്ദേഹം സർവാത്മനയല്ല കൈയടിക്കുന്നത്. 56 ഇഞ്ച് കാണട്ടെ, 68 ഇഞ്ച് കാണട്ടെ, പരിഹാസമാണ്. അല്ലാതെ ഒരു ഭാരതീയ പൗരൻ എന്നുള്ള നിലയ്ക്ക് ഓക്കെ ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നല്ല. ഇതിങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്താൻ പോകുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം 2 പാർട്ട് ലേഖനം എഴുതും. ഇതിൽ മനുഷ്യാവകാശ ലംഘനമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, നമ്മൾ പാകിസ്ഥാനെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ലേഖനം എഴുതും.
ഇന്നും ഇന്നലെ അല്ലല്ലോ ഇദ്ദേഹം ഒരു കാലത്ത് ലേഖനം എഴുതി, ഞങ്ങൾ ചൈനീസ് പോളിസിക്ക് വഴങ്ങി ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് RSSകാരെ പറ്റി എഴുതി. അത് റാം മാധവ് അത് ഭാഗ്യത്തിന് ഹിന്ദു ആ തിരുത്ത് കൊടുക്കുകയും ചെയ്തു വായനക്കാരുടെ കത്തായിട്ടെങ്കിലും. ഇരിക്കട്ടെ, അതൊക്കെ ചരിത്രം. ആ ഭദ്രകുമാറിന്റെ ഇതുപോലത്തെ കാര്യങ്ങളിലെ അഴകൊഴമ്പൻ നിലപാടുകൾ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ ശ്രീ മോഹൻദാസ്, നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. ഈ വിഷയത്തിൽ ഒരുപക്ഷെ പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണം ഉടൻ നൽകുമായിരിക്കും. ഇന്ത്യ ആ വിഷയത്തോട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ഒരുപക്ഷെ വീണ്ടും ചർച്ചയ്ക്ക് അവസരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ചർച്ചയിൽ പങ്കെടുത്ത വിദേശകാര്യ വിദഗ്ധൻ MK ഭദ്രകുമാർ, ഒപ്പം TG മോഹൻദാസ്, എല്ലാവർക്കും നന്ദി. ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ച നേതാക്കൾക്കും നന്ദി.